ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും തിരികെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം. അപ്പോൾ ഞാനിപ്പോൾ പിള്ളേരായിട്ട് കുറച്ച് ട്രിപ്പ് പോകാനാണ് വിചാരിച്ചു. കുറച്ചല്ല, ട്രിപ്പ് പോകാൻ പോവാണ്. ഒരു ബീച്ചിലോട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞാൻ പകുതിയില്ല, ഒരു വഴിയിലായി. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ബസ്സും എല്ലാവരും കയറിയിട്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കനറി വാഫ് എന്ന് പറഞ്ഞൊരു മെയിൻ സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. അല്ല, ഞാൻ എൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ മെയിൻ എല്ലാ ബാങ്കുകളും വെച്ച് HSBC, പിന്നെ അതെ സിറ്റി ബാങ്ക്, ഇവിടെയൊക്കെ എല്ലാ മെയിൻ ബാങ്കുകളിലെ ഹെഡ് ഓഫീസുകളുടെ സ്ഥലം ഉണ്ടാകുമോ. ഇവിടെ ഇത്ര വലിയൊരു ഇതുണ്ടായിരുന്നു, ബിൽഡിംഗ് ഉണ്ടായിരുന്നു. എങ്ങാനും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കനറി വാർഫിൻ്റെ സ്ഥലം. അപ്പോൾ അവിടേക്ക് അണ്ടർഗ്രൗണ്ട് പിടിക്കാനായിട്ട്, ജൂബിലി ലൈൻ പിടിക്കാനായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഇതിലൊക്കെ ഡ്രസ്ക്ക് സ്ഥലം JP മോർഗൻ പറഞ്ഞൊരു ഏതൊരു സ്ഥലം. എന്തായാലും സ്ഥലം കിട്ടി. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത് എപ്പോഴാണ്, ഇവിടേക്ക് ഞാൻ സ്ഥലം മാറിയിട്ട് ഇവിടെ ബ്രോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ വഴി ഞാൻ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ വഴിയൊക്കെ കാണുന്നത്. ഫുൾ സെക്യൂരിറ്റി ആട്ടോ ഇവിടെ. ഫുള്ളും ബാങ്കുകളും ഇതൊക്കെ, എല്ലാ ബാങ്കുകളുടെ സ്ഥലമായ കാരണം ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. റോഡ് ക്രോസ് ചെയ്യട്ടെ. ഫ്ലാറ്റല്ല, ഇത് മറ്റേ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്സ് ആണ് ഇതൊക്കെ. ഇതാണ് നമ്മൾ കയറാൻ പോണ കനറി വാർഫിൻ്റെ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ജൂബിലി ലൈൻ പിടിച്ചിട്ട് നേരെ വെസ്റ്റ് ഹാമിലോട്ട് പോകുന്നതാണ്. എസ്കലേറ്റർ ഉണ്ടായത്, വീട്ടിലേക്ക് എസ്കലേറ്റർ. അപ്പോൾ നമ്മൾ ജൂബിലി ലൈന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ കൂടെ ആയിട്ട് ട്രെയിൻ വരാം. ഇതൊരു ട്രെയിനിൻ്റെ ഒരു ഇതാണ്. ഇത് അണ്ടർഗ്രൗണ്ട് പോകുന്ന ട്രെയിനാണ്. അതാണ് ഈ ക്യാബ് മൊത്തം അടച്ചിട്ട് പോകുന്നത്. കാണുമ്പോൾ അതൊരു ഒരു ചെറിയൊരു റൂം പോലെ തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ട്രെയിൻ വരാം. ഞാൻ ട്രെയിൻ വരുന്നത് കാണിച്ചു തരാം. ട്രെയിനല്ല, ജൂബിലി ലൈൻ എന്ന് പറയും. ട്രെയിൻ പോലെയൊക്കെ തന്നെ അല്ലേ. അതുകൊണ്ട് ട്രെയിൻ പോകണല്ലോ. ആ ഒരു കാണുന്നില്ല. ഭൂമിയുടെ അടിയ കൂടെയാണ്. അത്രയോ താഴ്ച കൂടെയാണോ എന്നറിയോ ഇത് വരണത്. ഇതിപ്പോൾ 2 വട്ടം എസ്കലേറ്റർ, ഇത്രയും ഹൈറ്റിലുള്ള എസ്കലേറ്റർ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഹൈറ്റിൽ, ഈ താഴ്ചയിൽ നിൽക്കുന്നത്. ഇവിടെ നല്ല സ്പീഡിൽ പോവാം. നല്ല ദൂരത്തുള്ള ട്രെയിനുകളൊക്കെ ഇതുപോലെ നമുക്ക് ജൂബിലി ലൈൻ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് കയറി നമുക്ക് പോവാം. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ട്രെയിൻ എത്തി ഗഡ്ഡകളെത്തി. അപ്പം നമ്മൾ കയറാൻ പോവാണ്. അപ്പം കയറിയിട്ട് വരാം. This train terminates at Stratford. നമ്മുടെ പിള്ളേരെ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ അകലെന്നൊരു ടീം വരുന്നുണ്ട്, അറ്റന്നൊരു ടീമൊക്കെ വരും. ഇന്ന് കാമരങ്ങൾ തൊട്ട എന്തൊരു ടീം എത്തി. 10 പേര് 10-15 പേരൊക്കെ ഇവിടെ. C2Cയിലാ വ്ളോഗുണ്ട്. ഹായ് ബ്രോ. അപ്പൊ നമുക്ക് തിരിയാം. ഞാൻ ജിനു. അപ്പൊ നമുക്ക് നമ്മുടെ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവാണ്. നമ്മുടെ ഇനി പിള്ളേർ നമ്മൾ എടുക്കട്ടെ.
ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് എല്ലാവരും. ട്രെയിനിലെല്ലാവരും പോയിക്കൊണ്ടിരിക്കണം. എന്താണ് അവിടെ ഡി എന്തൊക്കെ കേസ്? ആ ശരത്ത്, നിനക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ട്രിപ്പിനെ പറ്റി? അല്ല, രാജക്ക് എന്താണ് പറയാനുള്ളത്? രാജ ബർത്ത്ഡേ പോയിക്ക് എന്താണ് പറയാനുള്ളത്? ബർത്ത്ഡേ പോയിക്കിട്ടുള്ള ട്രിപ്പ് ഇருக்கு. ഓ 2 മില്യൺ ഒരു 200 അടിച്ചത് തന്നെ ഭാഗ്യം. അടി കൂടരുത്. ടിക്കറ്റ് ഇല്ല ചേച്ചി, ട്രെയിന് വിട്ട് ഇറങ്ങില്ല. ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പൊ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിലെത്തി ലൈഫ് ഓഫ് പൈയുടെ ബീച്ച്. അറ്റത്തൊരു ഫാക്ടറി ഉണ്ടല്ലോ, ഫാക്ടറി ആണ് കാണാനായിട്ട്. ഞങ്ങൾ അങ്ങനെ സൗത്ത് ആൻഡ് സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ക്ലാസ് ആണ്. ക്ലാസ് എടുത്തോ? എന്തെങ്കിലും എത്തിപ്പോ എടുത്തപ്പോ ഒരുത്തൻ ഫോട്ടോയ്ക്ക് വേണ്ടി അവിടെ പോസ്റ്റ് ചെയ്ത കാര്യം ഫോട്ടോ ഇപ്പൊ ഫോട്ടോ എടുത്ത് തരാതെ നിനക്ക്. നീ അവിടെ നിൽക്കട്ടെ, ചെക്കനൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വരാം. അത് ഞാൻ ഇതിൽ ഞാൻ ഇട്ട് കാണിച്ചാട്ടാ ഫോട്ടോ. ഇത് ഭയങ്കര സ്ഥലമായാലോടാ. നല്ല അടിപൊളി സ്ട്രീറ്റല്ലേ? ഇവിടെ ഫ്രൂട്ട്സ് കട ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ ഏ സൈഡ്? ഓ, ഇതാ ഇതിന്റെ മുകളിൽ കിടന്ന ഫോട്ടോ എടുക്കണ. ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കെടുക്ക്. സ്ട്രീറ്റ് എന്തായാലും അടിപൊളിയുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് എവിടേക്കാന്ന് അറിയില്ല. ഇവിടെ കുറച്ച് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നണം. ഇവിടെ ഇന്ത്യൻസ് കുറച്ചുണ്ടല്ലോടാ. കണ്ട് കുറച്ച് പേരായിട്ട് കണ്ട്. മെക്ഡി ഉണ്ട് എന്തായാലും. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കയറാം നമുക്ക്. ആണോ? ഇന്ന് 50th ആനിവേഴ്സറി ആണോ? ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ ചെക്കന്മാര് പോണം നോക്ക്. ലോയിഡ്സിന്റെ ബാങ്ക്. ഈ ബാങ്കിന്റെ കയറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഓ, അറ്റത്ത് കാണുന്നതല്ലേ ബീച്ച്? അറ്റത്ത് കാണുന്നതാണ് ബീച്ച്. അവിടെ അറ്റത്ത് ബീച്ച് കാണണ്ടോ? അമ്മമാരെ ഇവിടെ ഫുഡ് അടിക്കട്ടെ. അമ്മച്ചിയുടെ മുടിയുടെ കളർ നോക്കി. നമ്മള് ബീച്ച് എത്തിയില്ലേ? അതാണല്ലോ അവിടെ ബീച്ച്. ബീച്ച് അവിടെ എത്തി. ഇത്ര നേരത്തെ ബീച്ചിലോട്ട് വരണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇവിടെ കറങ്ങി കുറച്ചേരം ചുറ്റി കറങ്ങി നമുക്ക് അടിച്ചിട്ട് പോവാം. വെയിലാണോ? വെയിലെങ്കിൽ വെയില്. ഇത്ര നേരം മറ്റേ ഇതായിരുന്നു, മഴക്കാരായിരുന്നു മൊത്തം. അത് ഈ ഫ്രെയിമിൽ നിന്നല്ലായിരുന്നു. 3 പേരൊന്ന് കിട്ടണമൊക്കെ അവിടെ കിട്ടണ്ടായിരിക്കും. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയോടെ വരട്ടെ. ഇന്നത്തേക്ക് വ്ളോഗ് ആണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഇൻട്രസ്റ്റ് ആവണം, ഒന്ന് പവർ ആവണമെന്ന്. എല്ലാരും വാങ്ങ. நல்லெண்ணெய், வெங்காயம், சூடு போட்டிருக்கேன். നമ്മുടെ വേളാങ്കണ്ണി പോലത്തെ സൈഡിൽ മൊത്തം ഷോപ്പുകൾ, പഴക്കടകൾ, കാര്യങ്ങളൊക്കെ. പിള്ളേർ സ്കൂൾ വിട്ടുള്ള ടൈമാണെന്നാണ്. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് വിട്ടിരുന്നിട്ട്
ഒരു ഐസ്ക്രീം ഷോപ്പാന്ന് തോന്നാം. ഐസ്ക്രീം എന്താ പാപ്പം നോക്കണ? അവര് ഹായ് കാണിച്ച, ഹായ് കാണിച്ചടാ, ഹായ് കാണിച്ചടാ, ഹായ് കാണിച്ച, ഹായ് കാണിച്ചോ. എല്ലാവരും പോവാ. അതാണ് നമ്മുടെ ടീം. മൊത്തം നമ്മുടെ രാജയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഫ്രണ്ട്സായിട്ട് നമ്മളങ്ങനെ കറങ്ങാൻ പോകും. ഇതൊരു ബെറ്റിങ്ങിൻ്റെ സംഭവമാട്ടത്. ബെറ്റിങ് സ്പെയിൻ കുറിച്ച് ഇപ്പോൾ യൂറോ കപ്പ് നടക്കില്ല, അതിൻ്റെ കുറച്ച് ബെറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അമ്മച്ചിമാർ അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ടാ. നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇവിടെ എല്ലാറ്റങ്ങളും അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ടാ. ഒരു കളി ചെറുക്കം പറഞ്ഞു. അത് നോക്കിയിട്ട് ജിമ്മുണ്ട് അവിടെ, ജിമ്മിൻ്റെ ഷോപ്പ്. നമ്മുടെ കോസ്റ്റ്യൂം കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ഞാൻ നമ്മുടെ കോസ്റ്റ്യൂം ചെറിയൊരു ഐ ഓൾറെഡി ഫോക്കസ്ഡ്. ഗായ്സ്, നമ്മളപ്പോൾ എങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ തിരിച്ചുകയാണ് അല്ലേ? സോ വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതിന് ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ പരിപാടി. പാർക്കാണ് അവിടെ, പാർക്കാന്ന് പറഞ്ഞ പാർക്ക്. അവിടെ അറ്റത്ത് റോളർ കോസ്റ്റർ ഉണ്ടോ? അടിപൊളി പാലസ് ഉണ്ടല്ലോ അവിടെ, പാർക്കിംഗ് പാലസ്. എന്തിൻ്റെ കൺസ്ട്രക്ഷൻ. അവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. അവിടെ സെൽഫി എടുക്കണേ. ഞാൻ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ശരത്താ വ്യൂ കാണിച്ചു കൊടുത്താറാ. വ്യൂ ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ കേട്ടാ. ആയിവാ ഈ അമ്പോ എന്തൊട്ട കേസ്, എന്തൊട്ട കേസ്. ആയിവാ ജൈന്റ് വീലുണ്ട്. എന്തോ പിള്ളേരുണ്ടോ അവിടെ? നിറച്ച് പിള്ളേരുകളാലോ. പോട്ടെ അവന്മാരിന് എന്തുട്ടാ അപ്സൈഡ് ഡൗൺ ആയിട്ട് നിർത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞാ ഓടിയിട്ട് തുടങ്ങിയില്ല. മോളിച്ചെത്തി. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഭാഗത്താ. റൈഡ് നോക്കി അന്തം വിട്ട് നോക്കി നിൽക്കുന്ന അവന്മാരിട്ടാ. നീ റൈഡിൽ കയറാൻ പോവാ? ഞാനില്ല, എനിക്കൊന്നും പറ്റില്ല. എന്താണ് കാണിക്കുന്നത്? தீம் பார்க்ல உள்ள போறோம். இது தீம் பார்க் தான். எங்களோட குட்டி சாத்தா. குட்டி சாக்கா? குட்டி சாத்தா. குட்டி சாத்தா. ഞാൻ കുട്ടി സാക്കുന്നെന്ന് നിனைச்சே. അൻപ് തലൈവി. ഇത് അൻപ് രാജ. രാജക്ക് രാജധാനി. ഇത് അടുത്ത റോഡ് ക്രോസ് ചെയ്യാട്ടെ. അടിപൊളി ഐസ്ക്രീം പാർലർ അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ തിരികെയാണ്. എൻട്രൻസ് അല്ലേ? നമ്മുടെ പിള്ളേരെ കാട്ടിട്ട് പോയിട്ടുണ്ട്. നമുക്ക് പോകാൻ കൊടുക്കാം. നമ്മുടെ ഈ റൈഡുകൾ ചെറിയ പിള്ളേർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ്. കറക്റ്റ് മൊത്തം പിള്ളേരാണ് ഇവിടെ. മൊത്തം അവരവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഓരോ റൈഡിന് എത്രയും 3.5 പൗണ്ട് അങ്ങനെ 3.50 ടിക്കറ്റ് റേറ്റ്. റൈഡ് കയറാനായിട്ട് ഇത് അടിപൊളിയാണ്. അപ്പം നമ്മളൊരു അടിപൊളിയാക്കും നമ്മളപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. അൻപൊളിയാണ്. രാജിക്ക് എന്താണ് പറയുന്നത്? രാജിക്ക് എന്താണ് പറയുന്നത്? சன் டிவி செய்திகளுக்காக சுகுமாரன். ക്യാമറമാൻ സാർത്തിനോടൊപ്പം റിപ്പോർട്ടർ ജിനു വിത്ത് രാജാക്കൻ. ராஜா ഇവർ மைனர் குஞ்சு.
ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു ത്രഷോൾഡ് ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റിന് അത്ര പറ്റിയ ആൾക്കാർക്കാണ് ഇവിടെ കയറാൻ പറ്റുള്ളൂ. 160 സെൻറ്റിമീറ്റർ. ഇവിടെ എല്ലാവരും അതിനായിട്ട് ഹൈറ്റ് കൂടുതലുള്ളവരാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് പാസറ്റാ. ഒരു റൈഡിന് കയറാനായിട്ട് 3.50 ആണ് ടിക്കറ്റ് കയറുന്നത്. ഡേ ബാൻഡ് ഡേ മൊത്തം അടിക്കണമെങ്കിൽ നമുക്ക് 30 പൗണ്ട്. നമുക്ക് ദിവസത്തേക്ക് 30 പൗണ്ടിൽ നമുക്ക് എല്ലാം മൊത്തം ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 12 മാസത്തിലുള്ള ആനുവൽ പാസ് എടുക്കണം 60 രൂപ കൊണ്ട്. നിറച്ച പിള്ളേരുടെ ഒൻ്റെ ദൈവമേ, ഈ റൈഡ് കയറാനായിട്ട് നിറച്ച ആൾക്കാരുകളാ. ദേവന്മാരെല്ലാവരും ആ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. ദൈവമേ, ഞാൻ പോകണില്ല. ഞാനിവിടെ പതുക്കെ ഇവന്മാരുടെ സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ പതുക്കെ ഇരിക്കണം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ഈ റൈഡിൽ കയറാൻ പറ്റില്ല. ദേവന്മാരവിടെ നിൽക്കണ്ട, അവിടെ നിൽക്കണ്ട. ഗായ്സ്, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവർ റൈഡ് കയറാൻ പോവാണ്. ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാറ്റൊക്കെ കയറി. നമ്മുടെ പിള്ളേരെല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചിരിക്കണ്ടട്ടാ. ഇതെന്താ പറയാ, ഫുട്ബോൾ കഴിഞ്ഞിട്ട് വരെ എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? നിങ്ങളെന്താ ഫുട്ബോൾ കഴിഞ്ഞിട്ട് വരെ പാസ് കൊടുക്കാനോട്. അപ്പൊ നമ്മളിപ്പോ റോളർ കോസ്റ്ററിലേക്ക് കയറിയിരിക്കുകയാണ്. റൈഡിന് പോയിട്ട് റെഡി അല്ലല്ലോ? റെഡി. 2, 3, 2, 1. Oh my God. ഞങ്ങൾ വേറെ റോളർ കോസ്റ്റർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് പോണോ നോക്ക്, കുത്തനെ. എന്നിട്ടൊരു ഒറ്റ ഡ്രോപ്പ് ഡൗണോ അതിന്റെ മുകളിൽ നിന്ന്. പോട്ടെ. ഓ, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് പോവാനായിട്ട്. പോയിട്ട് വാ. എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. പോയിട്ട് വാ. അടി രാജാക്കണ്ടാ. ഹായ്. ഇതേ പറയാതെ തീരുമാനമായി. ഷോ നിങ്ങളുടെ ഫോട്ടോ നിൽക്കുന്ന അവിടെ ഫോട്ടോ. Really sorry, babe. You can't take photos on the screen. I'm sorry. எல்லாத்துக்கும் தலையுது. என்ன ஈரமா இருக்கு. ഗൈസ്, ഞങ്ങളിപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് മെഗ്ഡിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് വ്ളോഗ് എടുത്തില്ലെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ പേരൊക്കെ ഒറ്റത്തിരിക്കുന്നുണ്ട്.
ഇത് കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച കഴിഞ്ഞിട്ട് അയ്യോടാ ഇവിടെ എന്താ സോസായില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ടൊന്ന് കറങ്ങാൻ പോവാ. ബർത്ത്ഡേ ബോയ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബർത്ത്ഡേ ബോയ് എന്താ ക്രയോൺസ് ഇത് വരട്ടിയാ നമ്മളിവിടെ തിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്കിയുള്ള ഒരു ഇതാട്ടാ. നമ്മൾ തിന്ന് എല്ലാവരും ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒറ്റ അവിടെ നിന്നൊരു മേക്കപ്പ് ഇടണോ? അവിടെ മേക്കപ്പ് ഇടണെങ്കിൽ തൊട്ട മേക്കപ്പ് ഇടില്ല. അത് മേക്കപ്പ് ഇട്ടോട്ടത് നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. ഇട്ടോ മേക്കപ്പ് ഇട്ടോ ഈ തൊട്ടേ. അതിനെ പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? നിർത്തോ? ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനെ പറ്റി എൻ്റെ എല്ലാ ഇതും ഞാൻ കൊടുക്കുന്നു. പിന്നെ ഇതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ കാറ്റിന്റെ സൗണ്ട് കാരണം കേൾക്കാന്ന് അറിയില്ല. നമ്മളിത് കേക്കൊക്കെ എല്ലാം ഇതെന്തിനാണ് ഈ സമ്മാനം? കാറ്റില്